ഒരു മിമിക്രി ചെയ്യാൻ ഒരു പക്ഷിയെ പോലും കാണുന്നില്ല. ഒരു പൂച്ച വന്നായിരുന്നു, പൂച്ചയെ അലച്ച് കേൾപ്പിക്കുമായിരുന്നു, അവനും വരുന്നില്ല. എത്ര നേരമായിട്ടോ ഇങ്ങനെ വായ അടച്ച് പൂട്ടിയിരിക്കുന്നേ. ഒരുത്തനും വരാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുക. കാക്കച്ചി വന്നായിരുന്നു, ആ കാക്കച്ചിയുടെ ആ മുട്ടൂസിനെയും പിള്ളേരും ഒന്നും ഒറ്റ കാക്കയും കണ്ടില്ല. ഇനി ഇങ്ങനെ ഇരിക്കുമല്ലേ, ആരേലും വന്ന അവനെ ഞാൻ ട്രോളി കൊല്ലും. മിമിക്രിയാണ് എൻ്റെ പണി. അവൻ അലയ്ക്കുന്ന പോലെയൊക്കെ അലയ്ക്കും. മിമിക്രിക്കാരനൊക്കെ ആൾക്കാർ വിളിക്കാറുണ്ട്. ഒരുത്തനെയും കാണുന്നില്ലല്ലോ. കുയിൽ വരുന്നുണ്ടോ? എന്നാൽ അവനെ കൂവായിരുന്നു. കുയിലും വരുന്നില്ല. എൻ്റെ ദൈവമേ, ഇനിയും പണിയൊന്നുമില്ലാതെ പട്ടിണി കിടക്കേണ്ടി വരുമോ? മിമിക്രിക്കാരെ നടത്തണമെങ്കിൽ വല്ലവനും കണ്ടിട്ട് വേണ്ടേ എന്നാൽ ട്രോളാനും മിമിക്രി അവതരിപ്പിക്കാനും. ചീവീടി മാത്രം അലിക്കുന്നുണ്ട്, അവനെയൊക്കെ എന്താ കണക്കാക്കുന്നത്? ചീവീടിയുടെ ഒന്നും ഒച്ചയരങ്ങിരിക്കാനൊന്നും എന്നെ കിട്ടുകയില്ല. പരുന്തോ ഉപ്പനോ കാക്കച്ചിയാണ് കൂടുതലും പ്രിയം. പിന്നെ കുയിലോ തത്തയോ ഏത് പക്ഷിയുടെ ഒച്ച വേണമെങ്കിലും ഞാൻ കേൾപ്പിക്കും. പൂച്ച എനിക്കിഷ്ടപ്പെട്ടതാണ്. പൂച്ചയെ അവനെ ഞാൻ അഴിച്ച് കേൾപ്പിക്കാം. ചൊറിഞ്ഞിട്ട് ദേഹത്ത് ചുമ്മാ ഇരുന്നിട്ടേ, ദേഹത്ത് ചുമ്മാ ചൊറിച്ചിൽ വരും. ചുമ്മാ ഇരുന്നാൽ നാക്കും ചൊറിയും. നമ്മൾ ശീലിച്ചാലോ ഒന്ന് പെടച്ച് നോക്കാം, ആരെങ്കിലും വരും. ഇന്നൊരു പണി കിട്ടണം, എവിടെയെങ്കിലും ഒരു മിമിക്രി അവതരിപ്പിക്കണം. ഇല്ലെങ്കിൽ ഇന്നത്തെ കാര്യം കട്ടപ്പോകയാ. ഏതെങ്കിലും പക്ഷികളൊന്ന് വരണേ, നമ്മുടെ മിമിക്രി ഒന്ന് അവതരിപ്പിക്കാനൊരു സ്റ്റേജ് തന്നാൽ മതി. ആരും ലൈക്കോ ഷെയറോ പൈസയോ ഒന്നും തന്നില്ലേലും വേണ്ടുകയില്ല. വെയിലൊക്കെ തെളിഞ്ഞ് നിൽക്കുകയല്ലേ, മഴയൊക്കെ കുറഞ്ഞിട്ടോ. ഞാനിവിടെ ഇരിക്കുന്ന ആരും കാണുന്നില്ലേ? കാക്കത്തമ്പുരാട്ടിയാണെന്നും പറഞ്ഞൊന്നും വന്ന് എൻ്റെ പറവേ, നീ എന്തോ ആരെയും വിളിച്ചോണ്ട് പോവാ. കുത്തിയിരുന്ന് മടുത്തു ഞാൻ. ഒരു മിമിക്രി അവതരിപ്പിക്കാൻ എത്ര നേരം കുത്തിയിരിക്കണം? ഒരുത്തനെയും കിട്ടുന്നില്ല.